സിവിൽ പ്രിപ്പിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഹാർബർ എഞ്ചിനീയറിംഗിന്റെ റിവിഷൻ സീരീസിന്റെ പാർട്ട് 3 ആണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഹാർബർ എഞ്ചിനീയറിംഗിന്റെ മുന്നത്തെ 2 വീഡിയോസ് കണ്ടിട്ടുണ്ടാവും. അതിന്റെ തന്നെ കണ്ടിന്യൂഷൻ ആയിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബിൽഡിംഗ് മെറ്റീരിയൽസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കൺസ്ട്രക്ഷൻ ടെക്നോളജീസിലെ നിങ്ങളെ സിലബസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. മൊഡ്യൂൾ 2 കൺസ്ട്രക്ഷൻ ടെക്നോളജീസ് ആണ് അല്ലേ. അപ്പം അത് തന്നെയാണ് നമ്മളിപ്പോൾ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് മുതൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് കുറച്ച് അത് റിലേറ്റ് ചെയ്തിട്ടുള്ള തിയറീസ് സിലബസിൽ നിന്ന് നമുക്ക് കവർ ചെയ്തിട്ട് പോവാം. ഓൾറെഡി നമ്മൾ തിയറീസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഗ്രേഡ് 1ന്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് ആണല്ലേ കുറച്ചുകൂടി അധികം ഡിസ്കസ് ചെയ്യേണ്ടത്. അപ്പോൾ കഴിഞ്ഞ എക്സാം ഒക്കെ കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനൊക്കെ എത്ര ഇമ്പോർട്ടൻസ് ഉണ്ട്, അല്ലെങ്കിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുന്നതിന് എത്ര ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ആ ഒരു രീതിയിൽ കുറേ ക്വസ്റ്റ്യൻസ് കൂടെ നോക്കിയിട്ട് പോവാം അല്ലേ. ക്വസ്റ്റ്യൻസ് കൂടെ നോക്കിയിട്ട് ഏരിയാസ് കവർ ചെയ്ത് പോവാം. അപ്പം മൊഡ്യൂൾ 2 കൺസ്ട്രക്ഷൻ ടെക്നോളജീസ് ആണ് ഹാർബറിൽ പറയുന്നത്. 15 മാർക്കിന് പറയുന്നുണ്ട്. 15 മാർക്കിനുള്ള ഏരിയാസ് എന്ന് പറഞ്ഞാൽ കോമ്പോണൻസ് ഓഫ് ബിൽഡിംഗ് സ്റ്റോൺ, മേസൺറി, ബ്രിക്ക് മേസൺറി, ഹോളോ ബ്ലോക്സ് ആൻഡ് കോമ്പോസിറ്റ് മേസൺറി, എലമെന്റ്സ് ക്ലാസിഫിക്കേഷൻ, ടൈപ്പ് ഓഫ് ബോൺസ്, ആർച്ചസ്, ടെക്നിക്കൽ ടേംസ്, അതിൻ്റെ ടൈപ്സ്, സെന്ററിങ്, പിന്നെ അതുപോലെ തന്നെ ലിൻഡലിൻ്റെ ടൈപ്പ്, വുഡൻ, ബ്രിക്ക്, സ്റ്റോൺ, സ്റ്റീൽ ആൻഡ് RCC പറയുന്നുണ്ട്. പിന്നെ ഫൗണ്ടേഷനിൽ ഏരിയാസ് പറയുന്നുണ്ട്. പിന്നെ പെർമനന്റ് ആൻഡ് ടെമ്പററി സ്ട്രക്ചേഴ്സ് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കാർപ്പൻട്രി ജോയിൻസ്, ഡോർസ്, വിൻഡോസ്, വെന്റിലേറ്റേഴ്സ്, പിന്നെ അതുപോലെ തന്നെ ഫ്ലോർസ്, റൂഫ്സ് ആൻഡ് കവറിങ്സ്. അപ്പം അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ സിലബസിൽ പറയുന്നുണ്ട് അല്ലേ. അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഏരിയ ഈ ഒരു ബിൽഡിംഗ് സ്റ്റോൺ, അതുപോലെ തന്നെ ബിൽഡിംഗ് സ്റ്റോണും ബ്രിക്ക് മേസൺറിയും പിന്നെ ആർച്ചസും ലിൻഡൽസും, ഇത്രയും പോർഷൻസ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ക്വസ്റ്റ്യൻസ് കവർ ചെയ്ത് പോവാം. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ഞാൻ നോക്കാം. പറയുമ്പോൾ നിങ്ങൾക്ക് അതിന് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ദ ആർട്ട് ഓഫ് ബിൽഡിംഗ് ദ സ്ട്രക്ചർ യൂസിങ് സ്റ്റോൺ ഈസ്. എന്താണ് പറയുക? ഓപ്ഷൻ എ സ്റ്റോൺ മേസൺറി, ഓപ്ഷൻ ബി ബ്രിക്ക് മേസൺറി, ഓപ്ഷൻ സി ഷോറിംഗ്, ഓപ്ഷൻ ഡി ട്രെഞ്ചിങ് അല്ലേ. എന്താണ് ആർട്ട് ഓഫ് ബിൽഡിംഗ് ദ സ്ട്രക്ചർ യൂസിങ് സ്റ്റോൺ ഈസ് സ്റ്റോൺ മേസൺറി ആണല്ലേ. ഒരു സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമ്മൾ സ്റ്റോൺ മേസൺറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പിക്ചറിൽ കാണിച്ചിട്ടുള്ള പോലെയാണല്ലേ നമ്മൾ സ്റ്റോൺ മേസൺറീസ് വരുന്നത്. അതിൽ റാൻഡം റബിള്, ആഷ്ലാർ അങ്ങനെ പറഞ്ഞിട്ടുള്ള കുറേ മേസൺറീസ് വരുന്നുണ്ട്. അത് നമുക്ക് ഓരോ വരുന്ന ക്വസ്റ്റ്യൻസ് ആയിട്ട് ഡിസ്കസ് ചെയ്ത് പോവാം. ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചിട്ടുള്ളത്? എ പ്രൊജക്റ്റിംഗ് സ്റ്റോൺ യൂസ്ഡ് ടു സപ്പോർട്ട് ഫോർ റൂഫ് ട്രസ്സസ്, weather, shed, etc. is called. Option A cornice, option B corbel, option C lacing course, option D string course. ഏതാണ് ആൻസർ വരിക? എ പ്രൊജക്റ്റിംഗ് സ്റ്റോൺ ആണല്ലേ ചോദിച്ചിട്ടുള്ളത്. പ്രൊജക്റ്റിംഗ് സ്റ്റോൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ വരുന്നത് ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് അല്ലേ. കോർബൽ ആണ് ആൻസർ വരുന്നത്. പിന്നെ ഓപ്ഷൻ എ കോർണൈസ് പറഞ്ഞിട്ടുണ്ടല്ലോ. കോർണൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കോർണൈസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഓർണമെന്റൽ ഫിനിഷ് എന്നുള്ള ടേം തന്നെയായിരിക്കും ഓർമ്മ വരിക. ഓർണമെന്റൽ ഫിനിഷ് എന്നുള്ള ടേം ഓർത്ത് വെക്കുക ഈ ഒരു കോർണൈസിനെ റിലേറ്റ് ചെയ്തിട്ട് തന്നെ. അതുപോലെ തന്നെ ഇത് എവിടെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? എബോവ് വാൾ ടു പ്രിവെന്റ് റെയിൻ വാട്ടർ കോണ്ടാക്ട് അല്ലേ. അപ്പം അതും കൂടെ ഓർത്ത് വെക്കുക. പിന്നെ നെക്സ്റ്റ് നമ്മൾ ഓപ്ഷനിൽ പറഞ്ഞിട്ടുള്ളത് ലേസിംഗ് കോഴ്സ് ആണ് അല്ലേ. ലേസിംഗ് കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഹൊറിസോണ്ടൽ കോഴ്സ് ഓഫ് സ്റ്റോൺ മേസൺറി അറ്റ് റെഗുലർ ഇന്റർവെല്ലിൽ കൊടുക്കുന്നതിനാണ് നമ്മൾ ലേസിംഗ് കോഴ്സ് എന്ന് പറയുന്നത്. ഇത് എന്തിനാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോണ്ടിനെ സ്ട്രെങ്തൻ ചെയ്യേണ്ടിയിട്ട് കൊടുക്കുന്നതാണ്. അപ്പം ഹൊറിസോണ്ടൽ കോഴ്സ് ഓഫ് സ്റ്റോൺ മേസൺറി ആണ് അല്ലേ. സ്റ്റോൺ മേസൺറി ആണ് ഈ ഒരു ലേസിംഗ് കോഴ്സ് എന്ന് പറയുന്നത്. പിന്നെ സ്ട്രിംഗ് കോഴ്സ് എന്ന് പറഞ്ഞാലോ? സ്ട്രിംഗ് കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഹൊറിസോണ്ടൽ പ്രൊജക്ഷൻ ബിറ്റ്വീൻ കോർണൈസ് ആൻഡ് പ്ലിന്ത് ആണ് അല്ലേ. ഹൊറിസോണ്ടൽ പ്രൊജക്ഷൻ ബിറ്റ്വീൻ കോർണൈസ് ആൻഡ് പ്ലിന്ത് ആണ് സ്ട്രിംഗ് കോഴ്സ് എന്ന് പറയുന്നത്. എസ്തെറ്റിക് അപ്പിയറൻസിന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മളത് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് ഓർത്ത് വെക്കുക. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 3 ചോദിച്ചിട്ടുള്ളത് എ ഗ്രൂവ് പ്രൊവൈഡിങ് ഓൺ ദ അണ്ടർ സൈഡ് ഓഫ് സിൽ കോർണൈസ് ഈസ് അല്ലേ. ഏതാണ്? ഓപ്ഷൻ എ കോർബറ്റ്,
ഓപ്ഷൻ ബി ത്രോട്ടിംഗ്, ഓപ്ഷൻ സി ലേസിംഗ് കോഴ്സ്, ഓപ്ഷൻ ഡി കോഴ്സ് അല്ലെ. എന്താണ് വരുന്നത്? എ ഗ്രൂവ് പ്രൊവൈഡഡ് ഓൺ ദ അണ്ടർ സൈഡ് ഓഫ് സിൽ കോർണൈസ് ആണ് അല്ലെ. സില്ല് കോർണൈസിന്റെ ഒക്കെ അണ്ടർ സൈഡിൽ നമ്മൾ കൊടുക്കുന്നതിനെ എന്താണ് പറയാന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്കത് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് അല്ലേ, ത്രോട്ടിങ് അല്ലേ. അപ്പൊ നിങ്ങൾ ഇതുപോലെ പിക്ചർ വരച്ചിട്ട് പഠിച്ചിട്ടുണ്ടാവും. ഇതേ രീതിയിൽ വരച്ചിട്ട് ഇങ്ങനെ ഇവിടെ ഒരു ഗ്രൂവ് അല്ലേ, ഇതേപോലെയാണല്ലേ നമ്മൾ വാളില് ഗ്രൂവിൻ്റെത് കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ നമ്മളെ വാള് വരുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു ഗ്രൂവിനെയാണ് അല്ലേ നമ്മൾ ത്രോട്ടിങ് എന്ന് പറയുന്നത്. ഈ ഒരു ഗ്രൂവിനെയാണ് നമ്മൾ ത്രോട്ടിങ് എന്ന് പറയുന്നത്. അപ്പം ഓർത്ത് വെക്കുക. പിന്നെ ഇവിടെ വെതറിങ് വരുന്നുണ്ട്. വെതറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ സ്ലോപ്പിംഗ് കൊടുത്തിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതിന് അല്ലെ, ആ ഒരു വാട്ടറിനെ ഡ്രെയിൻ ചെയ്യേണ്ടിയിട്ടൊക്കെ കൊടുക്കുന്ന ആ ഒരു സ്ലോപ്പിങ്ങിന് നമ്മൾ വെതറിംഗ് എന്നും പറയുന്നതാണ്. ഓർത്ത് വെക്കുക ത്രോട്ടിങ് എന്താണ്, വെതറിംഗ് എന്താണെന്നൊക്കെ. അപ്പം ഇനി നമുക്ക് ഫോർത്ത് ക്വസ്റ്റ്യനിലേക്ക് പോയി കഴിഞ്ഞാൽ എ ഹൊറിസോണ്ടൽ കോഴ്സ് പ്രൊവൈഡഡ് ബിറ്റ്വീൻ പ്ലിന്ത് ആൻഡ് കോർണൈസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ് അല്ലേ. ഓപ്ഷൻ എ ലേസിംഗ് കോഴ്സ്, ഓപ്ഷൻ സി നാച്ചുറൽ ബെഡ്, ഓപ്ഷൻ ബി ത്രോട്ടിംഗ്, ഓപ്ഷൻ ഡി സ്ട്രിംഗ് കോഴ്സ് അല്ലേ. ഏതാണ് ഹൊറിസോണ്ടൽ കോഴ്സ് പ്രൊവൈഡഡ് ബിറ്റ്വീൻ പ്ലിന്ത് ആൻഡ് കോർണൈസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ട്രിംഗ് കോഴ്സ് ആണ് വരിക എന്നുള്ളത് ഓർത്ത് വെക്കുക. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 5 ആണ്. ചിപ്പ് ഓഫ് സ്റ്റോൺ യൂസ്ഡ് ടു ഫിൽ എംപ്റ്റി സ്പേസസ് ഓഫ് സ്റ്റോൺ മേസൺറീസ് ആർ. ഏതാണ്? ഓപ്ഷൻ എ സ്പാൾസ്, ഓപ്ഷൻ ബി സ്നെക്സ്, ഓപ്ഷൻ സി ബോത്ത് എ ഓർ ബി, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ഏതാണ് പറയുന്നത്? ചിപ്സ് ഓഫ് സ്റ്റോൺ എന്ന് പറയുമ്പം ഒരു പേര് നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കും അല്ലെ. അതിന്റെ തന്നെ വേറൊരു പേരാണ് ഓപ്ഷൻ ബിയും പറഞ്ഞിട്ടുള്ളത്, സ്നെക്സ് എന്നുള്ളത്. അപ്പം ആൻസർ വരുന്നത് ഓപ്ഷൻ ബോത്ത് എ ഓർ ബി ആണ് വരിക. സി ആണ് ആൻസർ വരിക എന്നുള്ളത് ഓർത്ത് വെക്കുക. സ്പാൾസും അതുപോലെ തന്നെ സ്നെക്സും രണ്ട് പേരും ഓർത്ത് വെക്കുക. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 6 ആണ്. The upper surface of stone used for sill, cornice, etc. dressed in sloping way to drain off water easily are known as. ഏതാണ് വരുന്നത്? ഇതൊന്നും നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ. ഓപ്ഷൻ എ വെതറിംഗ്, ഓപ്ഷൻ ബി ത്രോട്ടിംഗ്, ഓപ്ഷൻ സി സീസണിങ്, ഓപ്ഷൻ ഡി ഡ്രസ്സിംഗ് അല്ലേ. ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ എ വെതറിംഗ് ആണ് അല്ലേ വരുന്നത്. നോട്ട് ചെയ്ത് വെക്കുക. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 7 ആണ്. The horizontal course provided to strengthen a wall of irregular small stone is option A throtting, option B string course, option C lacing course, option D coping അല്ലേ. ഏതാണ് വരുന്നത്? horizontal course provided to strengthen a wall to irregular small stone is lacing course ആണ് ആൻസർ വരുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്വസ്റ്റ്യൻ ആയിട്ട് എങ്ങനെയാ വരിക എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇത് തന്നെ പഠിച്ചു വെക്കുക. ഇത് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് ചോദിച്ചാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റണം. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 8. എക്സ്റ്റേണൽ കോർണർ ഓർ ആംഗിൾ ഓഫ് വാൾ സർഫസ് ആർ കോൾഡ്. ഏതാണ്? ഓപ്ഷൻ എ റൈറ്റ് ആംഗിൾസ്, ഓപ്ഷൻ ബി ക്യൂൻസ്, ഓപ്ഷൻ സി ജംഗ്ഷൻ, ഓപ്ഷൻ ഡി ഒബ്റ്റ്യൂസ് ആംഗിൾ. ഏതാണ് വരുന്നത്? എക്സ്റ്റേണൽ കോർണർ ഓർ ആംഗിൾ ഓഫ് വാൾ എന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ വരെ ഓപ്ഷൻ ബി ക്യൂൻസ് ആണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 9 ആണ്. ത്രൂ സ്റ്റോൺസ് ആർ ഓൾസോ നോൺ ആസ്. ഏതാണ്? ഓപ്ഷൻ എ ക്യൂൻസ്, ഓപ്ഷൻ ബി ബോണ്ട് സ്റ്റോൺസ്, ഓപ്ഷൻ സി സ്പാൾസ്, ഓപ്ഷൻ ഡി കോർബൽ. ഏതാണ്? ത്രൂ സ്റ്റോൺസ് ആർ ഓൾസോ നോൺ ആസ് ബോണ്ട് സ്റ്റോൺ ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 10 നോക്കാം. ഏതാണ്? ലേബൽ ഈസ് ഓൾസോ നോൺ ആസ്. ഓപ്ഷൻ എ ഡ്രിപ്പ് സ്റ്റോൺ, ഓപ്ഷൻ ബി ത്രൂ സ്റ്റോൺ, ഓപ്ഷൻ സി കീ സ്റ്റോൺ, ഓപ്ഷൻ ഡി കോർബൽ. ഏതാണ് ആൻസർ വരുന്നത്? ലേബൽ ഈസ് ഓൾസോ നോൺ ആസ് ഓപ്ഷൻ എ ഡ്രിപ്പ് സ്റ്റോൺ ആണ് ആൻസർ വരുന്നത്. ലേബൽ ഈസ് ഓൾസോ നോൺ ആസ് ഡ്രിപ്പ് സ്റ്റോൺ ആണ് വരുന്നത്. ഓർത്ത് വെക്കുക. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 11 ആണ്. A right angle columnar projection from a wall or pier is called. Option A quoins, option B pilaster, option C kneeler, option D label. ഏതാണ് വരുന്നത്? റൈറ്റ് ആംഗിൾ കോളംനാർ പ്രൊജക്ഷൻ ആണ് അല്ലേ. ഫ്രം എ വാൾ ഓർ പിയർ ഈസ് കോൾഡ്. ഏതാണ്? ഓപ്ഷൻ ബി പിലാസ്റ്റർ ആണ് അല്ലേ വരുന്നത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 12 നോക്കാം. The ornamental finish to an apex is.
ഓപ്ഷൻ എ സ്പ്രിങ്ങർ, ഓപ്ഷൻ ബി പിലാസ്റ്റർ, ഓപ്ഷൻ സി ഫിനിയൽ, ഓപ്ഷൻ ഡി നീലർ. ഏതാണ് വരുന്നത്? ദ ഓർണമെന്റൽ ഫിനിഷ് ടു ആൻ അപ്പെക്സ് ഈസ്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ഫിനിയൽ ആണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 13 ആണ്. Which of the following masonry the beds, sides and forces are finely chiseled dressed stones are used? ആ ഒരു ഫൈനലി ചിസൽഡും അതുപോലെ തന്നെ ഡ്രസ്ഡ് ആയിട്ടുള്ള സ്റ്റോൺസും നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതിലാണ്? ഓപ്ഷൻ എ ഫ്ലിന്റ് റബിൾ, ഓപ്ഷൻ ബി ആഷ്ലാർ ഫൈൻ, ഓപ്ഷൻ സി ആഷ്ലാർ റഫ് ടോൾഡ്, ഓപ്ഷൻ ഡി കോസ്റ്റ് റബിൾഡ്. അല്ലെ, ഏതാണ് വരിക? നമ്മളിപ്പോ ഫൈൻ ആയിട്ട് ചിസൽ ഡ്രസ് ആയിട്ടുള്ളത് ഏതാണ്? ആ ഒരു പേരിൽ തന്നെ ഉണ്ട് അല്ലെ. നമുക്കറിയാം, നമ്മൾ മേസൺട്രി പഠിക്കുന്ന സമയത്ത് ആഷ്ലാർ മേസൺട്രിയും അതുപോലെ തന്നെ റബിൾ മേസൺട്രിയും പഠിക്കുന്നുണ്ട്. അതിൽ ആഷ്ലാർ മേസൺട്രിയിലാണ് അല്ലെ ഫൈൻ എന്നുള്ള ആ ഒരു ടേം കൂടുതൽ മാച്ച് ആവുക. അപ്പം ആഷ്ലാർ മേസൺട്രിയിൽ തന്നെ നമ്മൾ ഏതൊക്കെ പഠിക്കുന്നുണ്ട്? ആഷ്ലാർ മേസൺട്രിയിൽ നമ്മൾ ആഷ്ലാർ ഫൈന് പഠിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ആഷ്ലാർ റഫ് പഠിക്കുന്നുണ്ട്. പിന്നെ ഏതാണ് വരുന്നത്? ആഷ്ലാർ ഫൈന്, ആഷ്ലാർ റഫ് മേസൺട്രി, പിന്നെ ആഷ്ലാർ റോക്ക് പഠിക്കുന്നുണ്ട്, ആഷ്ലാർ ചാംഫേർഡ് പഠിക്കുന്നുണ്ട്, ആഷ്ലാർ ബ്ലോക്കിംഗ് കോഴ്സ് പഠിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ വിച്ച് ഓഫ് ദ ഫോളോയിങ് മേസൺട്രി ദ ബെഡ് സൈഡ്സ് ആൻഡ് ഫേസസ് ആർ ഫൈനലി ചിസൽ ഡ്രസ്ഡ് സ്റ്റോൺസ് ആർ യൂസ്ഡ് അല്ലെ. അപ്പൊ അങ്ങനെ ആവുന്ന സമയത്ത് ഏതാണ് വരിക? ഇവിടെ നമ്മൾ ആഷ്ലാർ ഫൈൻ മേസൺട്രി എന്താണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ആഷ്ലാർ ഫൈൻ മേസൺട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ എഡ്ജസ് വെൽ ഫിനിഷ്ഡ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഓൾ എഡ്ജസ് വെൽ ഫിനിഷ്ഡ് ആയിട്ടുള്ളതിനെയാണ് നമ്മൾ ഈ ഒരു ആഷ്ലാർ ഫൈൻ എന്ന് പറയുന്നത്. ആഷ്ലാർ റഫ് ആണെങ്കിൽ ഏതാണ് വരിക? നമ്മൾ അതിന്റെ ഫേസ് ടൂൾസ് വെച്ചിട്ട് റഫ് ആക്കി വെക്കും അല്ലെ. അതുപോലെ തന്നെ അതിന്റെ ആ ഒരു ബെഡ്സും സൈഡ്സും ഒക്കെ ഫൈനലി ചിസൽഡ് ആയിരിക്കും എന്നുള്ളത് ഓർത്ത് വെക്കുക. അപ്പൊ അതാണ് ആഷ്ലാർ ഫൈനും ആഷ്ലാർ റഫും എന്നുള്ളത്. പക്ഷെ നമ്മൾ ആഷ്ലാർ റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഷ്ലാർ റഫിനെ പോലെ തന്നെയാണ്, പക്ഷെ അതിന്റെ ഫേസ് നമ്മൾ എങ്ങനെയാണോ കോറി ചെയ്തെടുക്കുന്നത് അതേപോലെ തന്നെ നമ്മൾ വെക്കുന്നുള്ളത് ഓർത്ത് വെക്കുക. ആഷ്ലാർ റഫിൽ നമ്മൾ ആ ഒരു ഫേസ് ടൂൾസ് വെച്ചിട്ട് റഫ് ടൂൾസ് വെച്ചിട്ട് റഫ് ആക്കി വെക്കും അല്ലെ. ടൂൾസ് യൂസ് ചെയ്തിട്ട് റഫ് ആക്കി വെക്കും ഫേസിൽ ആഷ്ലാർ റഫില്. ആഷ്ലാർ റോക്സിൽ ആണെങ്കിൽ എങ്ങനെയാണോ കോറി ചെയ്തെടുത്ത് കിട്ടുന്നത് ആ ഒരു ഫേസിൽ തന്നെ നമ്മൾ വെക്കുന്നുള്ളത് ഓർത്ത് വെക്കുക. പിന്നെ നമ്മൾ ഇവിടെ ആൻസറിലേക്ക് വരികയാണെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോവിങ് മേസൺട്രി ദ ബെഡ് സൈഡ്സ് ആൻഡ് ഫേസസ് ആർ ഫൈനലി ചിസൽ ഡ്രസ്ഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ വരെ ഏതാണ്? ആഷ്ലാർ ഫൈൻ ആണ് അല്ലെ. ഓപ്ഷൻ ബി ആണ് ആൻസർ വരിക. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 14 ആണ്. ദ മേസൺട്രി യൂസ്ഡ് ഫോർ ദ കൺസ്ട്രക്ഷൻ ഓഫ് റീറ്റെയിനിങ് വാൾസ്, സീ വാൾസ് എക്സെട്ര ഈസ്. ഓപ്ഷൻ എ ആഷ്ലാർ ഫൈൻ, ഓപ്ഷൻ ബി ആഷ്ലാർ ബ്ലോക്ക് ഇൻ കോഴ്സ്, ഓപ്ഷൻ സി ആഷ്ലാർ റഫ് ടൂൾ, ഓപ്ഷൻ ഡി റാൻഡം റബിൾ. ഏതാണ് ആൻസർ വരിക? ദ മേസൺട്രി യൂസ്ഡ് ഫോർ ദ കൺസ്ട്രക്ഷൻ ഓഫ് റീറ്റെയിനിങ് വാൾസ്, സീ വാൾസ് എക്സെട്ര ഈസ്. ആൻസർ വരുന്നത് ആഷ്ലാർ ബ്ലോക്ക് ഇൻ കോഴ്സ് ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. ആഷ്ലാർ ബ്ലോക്ക് ഇൻ കോഴ്സ് എന്നാണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ ആഷ്ലാർ ബ്ലോക്കിംഗ് കോഴ്സിന് നമ്മൾ വേറൊരു ടേമിൽ പഠിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഹെവി എഞ്ചിനീയറിംഗ് വർക്ക് അല്ലെ. ഹെവി എഞ്ചിനീയറിംഗ് വർക്ക് തന്നെയാണ് എക്സാമ്പിൾസ് വരുന്ന സമയത്ത് റീറ്റെയിനിങ് വാൾ, സീ വാൾ ഒക്കെ വരുന്നത് എന്നുള്ളത് ഓർത്ത് വെക്കുക. ആഷ്ലാർ ബ്ലോക്കിംഗ് കോഴ്സ് നമ്മൾ ഹെവി എഞ്ചിനീയറിംഗ് വർക്ക്സിന് യൂസ് ചെയ്യുന്നതാണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 15 നോക്കാം. ദ റബിൾ മേസൺട്രി ബിൽഡ് വിത്തൗട്ട് മോട്ടാർ ഈസ്. റബിൾ മേസൺട്രി വിത്തൗട്ട് മോട്ടാർ ആണെങ്കിൽ ഏതാണ് പറയാന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ഫ്ലിന്റ് റബിൾ, ഓപ്ഷൻ ബി കോസ്റ്റ് റബിൾ, ഓപ്ഷൻ സി ഡ്രൈ റബിൾ, ഓപ്ഷൻ ഡി അൺകോസ്റ്റ് റബിൾ. അത് നമുക്ക് പേരിൽ തന്നെ കണക്ട് ചെയ്ത് ഓർത്ത് വെക്കാൻ പറ്റുന്നതാണ്. റബിൾ മേസൺട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇറഗുലർ ഷേപ്പിൽ ഉണ്ടാവുന്നതാണ് അല്ലെ. അതിൽ തന്നെ നമ്മൾ കോസ്റ്റ് റബിൾ മേസൺട്രി പഠിക്കുന്നുണ്ട്, അൺകോസ്റ്റ് റബിൾ മേസൺട്രി പഠിക്കുന്നുണ്ട്, റാൻഡം റബിൾ മേസൺട്രി, ഡ്രൈ റബിൾ മേസൺട്രി, ഫ്ലിന്റ് റബിൾ മേസൺട്രി എന്നൊക്കെ പറഞ്ഞിട്ട് പഠിക്കുന്നുണ്ട് അല്ലെ. അതിൽ കോസ്റ്റ് റബിൾ മേസൺട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോൺസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഈക്വൽ ഹൈറ്റിലായിരിക്കും. സ്റ്റോൺസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഈക്വൽ ഹൈറ്റിലാണെങ്കിൽ അങ്ങനത്തതിനെയാണ് നമ്മൾ
കോസ്റ്റ് റബിൾ മേസൺറി എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് നോക്കാനുള്ളത് അൺകോസ്റ്റ് റബിൾ മേസൺറി ആണ്. അൺകോസ്റ്റ് റബിൾ മേസൺറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു ഹൈറ്റ് കോൺസ്റ്റന്റ് അല്ലായിരിക്കും എന്നുള്ളത് ഓർത്ത് വെക്കുക. പിന്നെ റാൻഡം റബിൾ മേസൺറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റാൻഡം റബിൾ മേസൺറിന്റെ ഫേസ് ഓഫ് ദ സ്റ്റോൺ ഡ്രസ്ഡ് ആയിരിക്കും ഉണ്ടാവുക. അപ്പിയറൻസ് അധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിലാണ് നമ്മൾ റാൻഡം റബിൾ മേസൺറീസ് യൂസ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഡ്രൈ റബിൾ മേസൺറി അല്ലെ. ഡ്രൈ റബിൾ മേസൺറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സ്റ്റോൺസ് നമ്മൾ അറേഞ്ച് ചെയ്യും വിത്തൗട്ട് മോട്ടാർസ് ആയിട്ടാണ് കൊടുക്കുക. റിട്ടൈനിങ് വാൾസ് ഒക്കെ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പം അത് തന്നെയാണല്ലോ ഇവിടെ ആൻസറും വരുന്നത്. ദ റബിൾ മേസൺറി ബിൽഡ് വിത്തൗട്ട് മോട്ടാർ ഈസ് ഡ്രൈ റബിൾ മേസൺറി ആണ്. അതാണ് ഞാൻ പറഞ്ഞത്. പേര് വെച്ച് നിങ്ങൾക്ക് കണക്ട് ചെയ്തിട്ട് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 16 നോക്കാം. 16 എന്താണ് വരുന്നത്? When facing and backing walls are constructed using different types of material, the construction is known as option A rubble masonry, option B ashlar masonry, option C composite masonry, option D reinforced masonry അല്ലേ. എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കാം. When the facing and backing walls are constructed using different types of material എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും കോമ്പോസിറ്റ് മേസൺറി ആണ് അല്ലെ. ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. ഈ ക്വസ്റ്റ്യൻ നമ്പർ 17 ആണ്. ക്യാവിറ്റി വാൾസ് ഈസ് ഓൾസോ നോൺ ആസ് ഓപ്ഷൻ എ ഹോളോ വാൾ, ഓപ്ഷൻ ബി പാർട്ടീഷൻ വാൾ, ഓപ്ഷൻ സി സെപ്പറേഷൻ വാൾ, ഓപ്ഷൻ ഡി ഇന്റേണൽ വാൾ. ഏതാണ് വരുന്നത്? ക്യാവിറ്റി വാൾസ് ഈസ് ഓൾസോ നോൺ ആസ് ഹോളോ വാൾ ആണ് ആൻസർ വരിക. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 18 ആണ്. ദ മിനിമം തിക്നെസ് ഓഫ് സ്റ്റോൺ മേസൺറി ഈസ് ഓപ്ഷൻ എ 20 സെന്റിമീറ്റർ, ഓപ്ഷൻ ബി 30 സെന്റിമീറ്റർ, ഓപ്ഷൻ സി 40 സെന്റിമീറ്റർ, ഓപ്ഷൻ ഡി 50 സെന്റിമീറ്റർ അല്ലെ. ദ മിനിമം തിക്നെസ് ഓഫ് സ്റ്റോൺ മേസൺറി ഈസ് 30 സെന്റിമീറ്റർ ആണ് ആൻസർ വരിക. ഈ ഒരു ക്വസ്റ്റ്യൻ്റെ നിങ്ങളിപ്പം യൂസ്ഫുൾ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ കറക്റ്റ് പഠിച്ച് വന്നിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കൂടുതൽ അറിയാമെന്നുള്ള രീതിയിലാണെങ്കിലാണ് ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് കൂടുതൽ യൂസ്ഫുൾ ആവുക. അപ്പം ആ ഒരു രീതിയിൽ തന്നെ നോക്കുക. നമ്മൾ തിയറി കൂടുതലായിട്ട് പറയുന്നില്ല, ക്വസ്റ്റ്യൻസ് പറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 19. The cheapest, roughest and poorest form of stone masonry is option A coast random rubble masonry, option B ashlar masonry, option C uncoast rubble masonry, option D ashlar rough tooled masonry അല്ലേ. ഏതാണ് ആൻസർ വരിക? The cheapest and roughest and poorest form of stone masonry ആണ് അല്ലേ. അപ്പം ഓപ്ഷൻ എ കോസ്റ്റ് റാൻഡം റബിൾ മേസൺറി ആണ്. കോസ്റ്റ് റാൻഡം റബിൾ മേസൺറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റോൺസ് ഒക്കെ ഈക്വൽ ഹൈറ്റിൽ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ആഷ്ലാർ മേസൺറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ എഡ്ജസ് ഒക്കെ കറക്റ്റ് ഫിനിഷ് ചെയ്തിട്ട് ഹൈ കോസ്റ്റിൽ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നൊരു മേസൺറിന്റെ സ്ട്രക്ചർ ആണ്. പിന്നെ ആഷ്ലാർ റഫ് ടൂൾഡ് മേസൺറി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിനെ നമ്മൾ ഫേസ് റഫ് ആക്കി വെക്കുന്നുള്ളത് മാത്രമേ ഉള്ളൂ. കമ്പയർ ടു അൺകോസ്റ്റ് റബിൾ മേസൺറി എക്സ്പെൻസീവ് ആണ് അല്ലേ. അപ്പം അൺകോസ്റ്റ് റബിൾ മേസൺറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്? നമ്മൾ ഹൈറ്റ് കോൺസ്റ്റന്റ് ആയിരിക്കില്ല, അതുപോലെ തന്നെ ചീപ്പസ്റ്റ് ആൻഡ് റഫസ്റ്റ് ആയിട്ടുള്ളതാണ് അല്ലെ അൺകോസ്റ്റ് റബിൾ മേസൺറി. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് അത് തന്നെയാണ്. ഓപ്ഷൻ സി അൺകോസ്റ്റ് റബിൾ മേസൺറി ആണ് ആൻസർ വരിക. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 20 നോക്കാം. ഇൻ റാൻഡം റബിൾ മേസൺറി ദ സ്റ്റോൺസ് ആർ നീറ്റ്ലി ഡ്രസ്ഡ് ആൻഡ് ലെയ്ഡ് ഇൻ കോഴ്സസ്. Option B, the stones are neatly dressed but not built to chords. അതുപോലെ തന്നെ സ്റ്റോൺസ് ഓപ്ഷൻ സി സ്റ്റോൺസ് ആർ നോട്ട് ഡ്രസ്ഡ് ആൻഡ് ആർ ലെയ്ഡ് വിത്തൗട്ട് മോർട്ടാർ. പിന്നെ ഓപ്ഷൻ ഡി ദ സ്റ്റോൺസ് ആർ ഐദർ നോട്ട് ഡ്രസ്ഡ് ഓർ റഫ്ലി ഡ്രസ്ഡ് ആൻഡ് മേ ബി കോസ്റ്റ് ഓർ അൺകോസ്റ്റ് അല്ലേ. അപ്പൊ നമ്മളടുത്ത് ചോദിച്ചിട്ടുള്ളത് റാൻഡം റബിൾ മേസൺറി ആണ് അല്ലേ. റാൻഡം റബിൾ മേസൺറി ഏതാണ് വരുന്നത്? ഓപ്ഷൻ ഡി ആണ് അല്ലേ. ദ സ്റ്റോൺസ് ആർ ഐദർ നോട്ട് ഡ്രസ്ഡ് ഓർ റഫ്ലി ഡ്രസ്ഡ് ആൻഡ് മേ ബി കോസ്റ്റ് ഓർ അൺകോസ്റ്റ് അല്ലേ. അപ്പം അതിനെയാണ് നമ്മൾ റാൻഡം റബിൾ മേസൺറി എന്ന് പറയുന്നത്. അതിൽ വരുന്നതാണ് അല്ലേ കോസ്റ്റ് അൺകോസ്റ്റ് റാൻഡം റബിൾ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അത് മനസ്സിലാക്കിയാൽ തന്നെ ഇതിന്റെ ആൻസറിലേക്ക് എത്താൻ പറ്റും. ഈ ക്വസ്റ്റ്യൻ നമ്പർ 21 ആണ്. ദ വെർട്ടിക്കൽ ജോയിന്റ് സെപ്പറേറ്റിംഗ് ദ ബ്രിക്സ് ഇൻ ലെങ്ത് ഓർ ക്രോസ് സെക്ഷൻസ് ആർ എന്താണ് പറയുന്നത്? ഓപ്ഷൻ എ പെർപെൻസ്, ഓപ്ഷൻ ബി
ലാപ്പ്, ഓപ്ഷൻ സി ബെഡ് ജോയിന്റ്, ഓപ്ഷൻ സി ബട്ട് ജോയിന്റ് അല്ലെ. ഏതാണ് വരുന്നത്? നമ്മൾ നെക്സ്റ്റ് ബ്രിക്കിന്റെ ക്വസ്റ്റ്യനിലേക്കാണ് വന്നിട്ടുള്ളത്. ഏതാണ് ആൻസർ വരിക? ഇത് വെർട്ടിക്കൽ ജോയിൻസ് ആണ് അല്ലെ. വെർട്ടിക്കൽ ജോയിൻസ് എന്ന് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഓപ്ഷൻ എ പെർപെൻസിലേക്ക് എത്താൻ പറ്റും. വെർട്ടിക്കൽ ജോയിൻസിനെയാണ് നമ്മൾ പെർപെൻസ് എന്ന് പറയുക അല്ലെ. ഒരുപാട് പ്രാവശ്യം എക്സാമ്പിളിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പൊ ബ്രിക്ക് എന്താണെന്നൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ്ടാവും. അപ്പം ബ്രിക്ക് ഏതൊക്കെ രീതിയിൽ ലേ ചെയ്യും അങ്ങനെ റിലേറ്റ് ചെയ്തിട്ട് കുറെ നമുക്ക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇങ്ങനെയാണല്ലോ നമ്മൾ ബ്രിക്സ് ഒക്കെ ലേ ചെയ്യുന്നത് പല ടൈപ്പിലുണ്ട്. ഇംഗ്ലീഷ് ബോണ്ട്, ഫ്ലെമിഷ് ബോണ്ട്, സ്ട്രക്ചർ ബോണ്ട്, ഹെഡർ ബോണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 2 നോക്കിയാലോ. ഈ ഒരു ബ്രിക്കില് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ടോട്ടൽ ക്വസ്റ്റ്യൻ നമ്പർ 22 ആണ് വരുന്നത്. ഏതാണ് ക്വസ്റ്റ്യൻ വരുന്നത്? എ ട്രയാങ്കുലർ പോർഷൻ ഓഫ് ദ ബ്രിക്ക് ത്രൂ വിഡ്ത്ത് ആൻഡ് മേക്കിംഗ് ആൻ ആംഗിൾ ഓഫ് 45 വിത്ത് ലെങ്ത് ഓഫ് ദ ബ്രിക്ക് ഈസ്. ഏതാണ് വരുന്നത്? അപ്പൊ നമ്മൾ ബ്രിക്കിൻ്റെ 45 ഡിഗ്രിയിൽ വരികയാണെങ്കിൽ അല്ലെ, 45 ഡിഗ്രി എന്ന് പറയുന്ന ആ ഒരു ടേം കേൾക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റുന്നുണ്ടാവും. 45 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ 45 to 60 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ സി ഞാൻ വായിക്കാം. ഓപ്ഷൻ എ ക്യൂൻ ക്ലോസർ, ഓപ്ഷൻ ബി ബിവൽഡ് ക്ലോസർ, ഓപ്ഷൻ സി മിറ്റഡ് ക്ലോസർ, ഓപ്ഷൻ ഡി ക്വാർട്ടർ ക്ലോസർ അല്ലെ. അപ്പൊ ക്യൂൻ ക്ലോസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ക്യൂൻ ക്ലോസർ ബ്രിക്കിനെ നമ്മൾ കട്ട് ലോഞ്ചിറ്റ്യൂഡിനലി ആണ് അല്ലെ. ലോഞ്ചിറ്റ്യൂഡിനലി അല്ലെങ്കിൽ ലെങ്ത് വൈസ് അല്ലെങ്കിൽ എലോങ് ലെങ്ത് എന്നുള്ള ടേം ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ക്യൂൻ ക്ലോസർ ആണ് അല്ലെ വരിക. എലോങ് ലെങ്ത്, എക്രോസ് വിഡ്ത്ത് എന്നുള്ള ടേം ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ക്യൂൻ ക്ലോസർ ആണ് വരിക എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് ബിവൽഡ് ക്ലോസർ ആണെങ്കിലോ, ബിവൽഡ് ക്ലോസർ ആണെങ്കിൽ നമ്മൾ ട്രയാങ്കുലർ പോർഷൻ തന്നെയാണ്. അതുപോലെ തന്നെ ഫുൾ സ്ട്രക്ചർ ആൻഡ് ഹാഫ് ഹെഡർ ആണല്ലേ വരിക. ബിവൽഡിൽ എങ്ങനെയാണ് വരിക? ഫുൾ സ്ട്രക്ചറും അതുപോലെ തന്നെ ഹാഫ് ഹെഡറുമാണ് വരിക എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഇനിയിപ്പോ നമ്മൾ മിറ്റഡ് ക്ലോസർ അല്ലെ. മിറ്റഡ് ക്ലോസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംഗിൾ ഓഫ് എത്രയാണ് വരുന്നത്? 45 to 60 ഡിഗ്രി അല്ലെ. 60 ഡിഗ്രി വിത്ത് ലെങ്ത് ഓഫ് ബ്രിക്ക് ആണെങ്കിൽ, വിത്ത് ലെങ്ത് ഓഫ് ബ്രിക്ക് ആണെങ്കിൽ അതിനെയാണ് നമ്മൾ മിറ്റഡ് ക്ലോസർ എന്ന് പറയുന്നത്. അപ്പൊ അത് തന്നെയാണല്ലോ ഇവിടെ ആൻസർ വരുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. നോക്കി വെക്കുക. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 23 ആണ്. എന്താണ്? ടെർമിനേഷൻ ഓഫ് വാൾ വിത്ത് ഈച്ച് അൾട്ടർനേറ്റ് കോഴ്സസ് അറ്റ് ദ എൻഡ് പ്രൊജക്ട്സ് ഈസ്. എന്താണ് വരുന്നത്? അൾട്ടർനേറ്റ് ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതിന് അല്ലെ എന്താണ് പറയുക? ഓപ്ഷൻ എ ടൂത്തിങ്, ഓപ്ഷൻ ബി ടെർമിനേറ്റിംഗ്, ഓപ്ഷൻ സി ബോണ്ടിങ്, ഓപ്ഷൻ ഡി റാക്കിംഗ് ബാക്ക് അല്ലെ. ഏതാണ് വരിക? നമ്മളടുത്ത് ഇതേ രീതിയിൽ അല്ലെ അൾട്ടർനേറ്റ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ എന്താണ് പറയാന്നാണല്ലേ പറയുന്നത്. ഇതേപോലെ അൾട്ടർനേറ്റ് ആയിട്ട് നമ്മൾ ബ്രിക്കിനെ അല്ലെങ്കിൽ ബ്രിക്കിനെ ലേ ചെയ്തിട്ട് എൻഡ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ പറയുന്നതാണ് അല്ലേ ടൂത്തിങ് എന്ന് പറഞ്ഞിട്ട് ആൻസർ വരുന്നത്. ഇവിടെ ആൻസർ വരുന്നത് ടൂത്തിങ് ആണ്. ഇതുപോലെ തന്നെ ടൂത്തിങ്ങിനെ കണക്ട് ചെയ്ത് നമ്മൾ പഠിക്കുന്ന ഒരു ടേം ആണ് അല്ലെ റേക്കിംഗ് എന്ന് പറഞ്ഞാൽ. റേക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ നമ്മൾ സ്റ്റെപ്പ്ഡ് പാറ്റേണിൽ നമ്മൾ എൻഡ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ പറയുന്നതാണ് അല്ലെ റേക്കിംഗ് ബാക്ക് എന്നുള്ളത്. അപ്പൊ അത് മാറിപ്പോകരുത്. ടൂത്തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൾട്ടർനേറ്റ് കോഴ്സ് ആണ്. റേക്കിംഗ് ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റെപ്പ്ഡ് ഫാഷൻ ആണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 24 ആണ്. ദ നമ്പർ ഓഫ് ബ്രിക്സ് റിക്വയർഡ് പെർ ക്യൂബിക് മീറ്റർ ഓഫ് ബ്രിക്ക് മേസൺറി അല്ലെ. ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചു വരുന്ന ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഓർമ്മ ഉണ്ടാവണം. ആൻസർ ഏതാണ്? ഓപ്ഷൻ എ 440, ഓപ്ഷൻ ബി 400, ഓപ്ഷൻ സി 500, ഓപ്ഷൻ ഡി 520 അല്ലെ. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. 500 ആണല്ലേ വരുന്നത്. നമ്പർ ഓഫ് ബ്രിക്സ് റിക്വയർഡ് പെർ ക്യൂബിക് മീറ്റർ ഓഫ് ബ്രിക്ക് മെസൺറി ഈസ് 500 ആണ് ആൻസർ വരിക. Question number 25. Which type of brick masonry bond is provided for heavy loads on masonry? Heavy loads വരുമ്പോൾ ഏതാണ് കൊടുക്കുക? ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻ എ ഇംഗ്ലീഷ് ബോണ്ട്, ഓപ്ഷൻ ബി സിക്സാക് ബോണ്ട്, ഓപ്ഷൻ സി സിംഗിൾ ഫ്ലെമിഷ് ബോണ്ട്, ഓപ്ഷൻ ഡി ഡബിൾ ഫ്ലെമിഷ് ബോണ്ട് അല്ലേ. അപ്പൊ നമുക്ക് ഓരോ ബോണ്ടിനെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ ബോണ്ടിൽ മെയിൻ ആയിട്ട് ആദ്യം നമ്മൾ സ്ട്രക്ചറും ഹെഡറും ആണ് പറയുന്നത്. ഇതേ രീതിയിലുള്ളതാണെങ്കിൽ സ്ട്രക്ചർ ഈ ഒരു ബ്രിക്കിന്റെ
അപ്പൊ നിങ്ങൾക്ക് ബ്രിക്ക് എങ്ങനെ അറിയണ്ടാവില്ല, ഈ ഒരു ഷേപ്പാണ് അല്ലേ വരുന്നത്. ഈ ഒരു ബ്രിക്കിന്റെ ഈ ഒരു പോർഷൻ കാണിക്കുകയാണെങ്കിൽ സ്ട്രക്ചർ എന്ന് പറയും, ഈ ഒരു ഏരിയ ആണെങ്കിൽ നമ്മൾ ഹെഡർ എന്ന് പറയും. ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതാണ്. പിന്നെ നമ്മൾ ബ്രിക്കിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു സ്ട്രക്ചർ ഫേസ് ആക്കിയിട്ട് കാണിക്കുകയാണെങ്കിൽ അതിന് നമ്മൾ സ്ട്രക്ചർ ബോണ്ട് എന്ന് പറയുന്നതാണ്. ഹെഡർ ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3/4 ബാറ്റ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നതിന് അല്ലെ. പിന്നെ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ് ഇംഗ്ലീഷ് ബോണ്ടും ഫ്ലെമിഷ് ബോണ്ടും. ഇംഗ്ലീഷ് ബോണ്ട് എന്ന് പറഞ്ഞാൽ ഏതാണ്, നമ്മളിവിടെ കുറച്ച് പിക്ചറിൽ കാണിച്ചിട്ടുള്ള പോലെ ഇതാണല്ലേ ഇംഗ്ലീഷ് ബോണ്ട് എന്ന് പറയുന്നത്. ഇംഗ്ലീഷ് ബോണ്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് കൊടുക്കുക, അൾട്ടർനേറ്റ് കോഴ്സസ് ഓഫ് ഹെഡേഴ്സ് ആൻഡ് സ്ട്രക്ചേഴ്സ് ആണ് അല്ലെ. ഈ ഒരു ലെയറിൽ നമ്മൾ സ്ട്രക്ചേഴ്സ് ആണ് കൊടുത്തതെങ്കിൽ ഇവിടെ നമ്മൾ ഹെഡേഴ്സ് ആണല്ലേ കൊടുക്കുന്നത്, പിന്നെ സ്ട്രക്ചേഴ്സ് കൊടുക്കും, പിന്നെ ഹെഡേഴ്സ് കൊടുക്കും. അങ്ങനെ കൊടുക്കുകയാണെങ്കിലാണ് നമ്മൾ ഇംഗ്ലീഷ് ബോണ്ട് എന്ന് പറയുന്നത്. മറിച്ച് നമ്മൾ ഫ്ലെമിഷ് ബോണ്ട് എന്ന് പറയുന്ന സമയത്ത് എങ്ങനെയാണ്, ഈച്ച് കോഴ്സ് കണ്ടെയ്നിങ് ഹെഡേഴ്സ് ആൻഡ് സ്ട്രക്ചേഴ്സ് അല്ലെ. ഇപ്പൊ നിങ്ങൾക്ക് കാണാം ഈ ഒരു ഫസ്റ്റ് കോഴ്സിൽ ഇവിടെ ഒരു സ്ട്രക്ചർ ആണ്, പിന്നെ ഒരു ഹെഡർ ആണുള്ളത്, പിന്നെ സ്ട്രക്ചർ. അങ്ങനെ ഇതുപോലെ സെക്കൻഡ് കോഴ്സ് നോക്കുകയാണെങ്കിൽ ഇവിടെ ഹെഡർ ഉണ്ട്, പിന്നെ സ്ട്രക്ചർ, പിന്നെ ഹെഡർ. എല്ലാ കോഴ്സിലും അല്ലെ ഈച്ച് കോഴ്സ് കണ്ടെയ്നിങ് ഹെഡേഴ്സ് ആൻഡ് സ്ട്രക്ചേഴ്സ് ആണെങ്കിൽ അതിനെയാണ് നമ്മൾ ഫ്ലെമിഷ് ബോണ്ട് എന്ന് പറയുന്നത്. പിന്നെ സ്ട്രക്ചർ ബോണ്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞ ഒരു രീതിയിൽ സ്ട്രക്ചർ മാത്രം കൊടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ അല്ലെ. പിന്നെ നമുക്ക് ഈ ഒരു ഫ്ലെമിഷ് ബോണ്ടിൽ തന്നെ നോക്കാനുള്ളതാണ് സിംഗിൾ ഫ്ലെമിഷ് ബോണ്ടും ഡബിൾ ഫ്ലെമിഷ് ബോണ്ടും. ഇതിപ്പോ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമ്മൾ ക്വസ്റ്റ്യൻ്റെ ആ ഒരു ഏരിയയിൽ പോയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സിംഗിൾ ഫ്ലെമിഷ് ബോണ്ടും ഡബിൾ ഫ്ലെമിഷ് ബോണ്ടും. സിംഗിൾ ഫ്ലെമിഷ് ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സിംഗിൾ ഫ്ലെമിഷ് ബോണ്ടിൽ ഫേസ് കൊടുക്കുന്നത് ഫ്ലെമിഷും ബാക്ക് കൊടുക്കുന്നത് ഇംഗ്ലീഷും ആണെങ്കിൽ അതിനെയാണ് നമ്മൾ സിംഗിൾ ഫ്ലെമിഷ് എന്ന് പറയുന്നത്. ഡബിൾ ഫ്ലെമിഷിലാണെങ്കിൽ ബോത്ത് സൈഡ് ഫ്ലെമിഷ് ആയിരിക്കും, ബോത്ത് സൈഡ് ഫ്ലെമിഷ് ആയിരിക്കും എന്നുള്ളത് ഓർത്ത് വെക്കുക. ഇംഗ്ലീഷ് ബോണ്ടിനെയും അതുപോലെ തന്നെ ഫ്ലെമിഷ് ബോണ്ടിനെയും കമ്പയർ ചെയ്യുന്ന സമയത്ത് ഫ്ലെമിഷ് ബോണ്ട് കൂടുതൽ അപ്പിയറൻസിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ബട്ട് ഇംഗ്ലീഷ് ബോണ്ട് ആണെങ്കിൽ അതിന്റെ സ്ട്രെങ്ത്തിനാണ് അല്ലെ. കമ്പയർ ടു ഫ്ലെമിഷ് ബോണ്ട് ഇംഗ്ലീഷ് ബോണ്ട് ആണ് സ്ട്രോങ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു സിംഗിൾ ഫ്ലെമിഷ് ബോണ്ടും ഡബിൾ ഫ്ലെമിഷ് ബോണ്ടും പറയുന്ന സമയത്ത് ഇതിൽ രണ്ടിലും സ്ട്രോങ് വരുന്നുണ്ടാവുക സിംഗിൾ ഫ്ലെമിഷ് ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു സൈഡിൽ നമ്മൾ ഇംഗ്ലീഷും ഒരു സൈഡിൽ ഫ്ലെമിഷും ആണല്ലോ കൊടുക്കുന്നത്. അതിനെക്കൊണ്ട് തന്നെ അപ്പിയറൻസും ഗുഡ് ആയിരിക്കും, സ്ട്രെങ്ത്തും ഉണ്ടാവും എന്നുള്ളത് ഓർത്ത് വെക്കുക. ഡബിൾ ഫ്ലെമിഷ് ആണെങ്കിൽ അവിടെ കൂടുതൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഗുഡ് അപ്പിയറൻസിനായിരിക്കും അല്ലെ. ഓക്കെ, അപ്പൊ നമ്മൾക്ക് ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് ഹെവി ലോഡ്സിന് എടുക്കേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ബോണ്ട് അല്ലെ ഏതാണ്, നമ്മൾ സ്ട്രെങ്ത് കൂടുതൽ ഇംഗ്ലീഷ് ബോണ്ട് ആണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇവിടെ ആൻസർ വരുന്നതും ഓപ്ഷൻ എ ഇംഗ്ലീഷ് ബോണ്ട് ആണ് എന്നുള്ളത് നോക്കി വെക്കുക. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 26 ആണ്. ബ്രിക്ക് ഓൺ എഡ്ജ് ബോണ്ട് ഈസ് ഓൾസോ നോൺ ആസ്. ഇപ്പൊ നമ്മൾ പറഞ്ഞത് കൂടാണ്ട് വീണ്ടും നമുക്ക് ഒരുപാട് ബോണ്ട്സ് നോക്കാനുണ്ട്. അപ്പം ബ്രിക്ക് ഓൺ എഡ്ജ് ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിന്റെ വേറൊരു നെയിം എന്നുള്ളതാണല്ലേ ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ആൻഡ്രൂസ് ക്രോസ് ബോണ്ട്, ഓപ്ഷൻ ബി മോങ്ക് ബോണ്ട്, ഓപ്ഷൻ സി ഡച്ച് ബോണ്ട്, ഓപ്ഷൻ ഡി സിൽവർ കോക്ക് ബോണ്ട്. ഏതാണ് വരുന്നത്? അപ്പം നമുക്കിപ്പം ഓപ്ഷൻ എയിൽ പറഞ്ഞിട്ടുള്ള ആൻഡ്രോസ് ക്രോസ് ബോണ്ടിനെ തന്നെ നമ്മൾ പറയുന്ന വേറൊരു പേരാണ് ഇംഗ്ലീഷ് ക്രോസ് ബോണ്ട് അല്ലെ. ഇത് ഫേസിംഗ് ബോണ്ടിൽ വരുന്നതാണ്. അപ്പം അത് മനസ്സിലാക്കി വെക്കുക. പിന്നെ മോങ്ക് ബോണ്ട് അല്ലെ, മോങ്ക് ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇവിടെ ഹെഡർ ടു സ്ട്രക്ചർ റേഷ്യോ വരുന്നത് 1:2 ആയിരിക്കും എന്നുള്ളത് ഓർത്ത് വെക്കുക. പിന്നെ ഡച്ച് ബോണ്ട് ആണെങ്കിലോ, ഡച്ച് ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡിഫൈഡ് ഫോം ഓഫ് ഇംഗ്ലീഷ് ബോണ്ട് ആണ് അല്ലെ. മോഡിഫൈഡ് ഫോം ഓഫ് ഇംഗ്ലീഷ് ബോണ്ടിനെയാണ് നമ്മൾ ഈ ഒരു ഡച്ച് ബോണ്ട് എന്ന് പറയുന്നത്, മനസ്സിലാക്കി വെക്കുക. പിന്നെ ഓപ്ഷൻ ഡി സിൽവർ കോക്സ് ബോണ്ട് അല്ലെ. സിൽവർ കോക്സ് ബോണ്ടിന്റെ തന്നെ വേറൊരു പേരാണ് ബ്രിക്ക് ഓൺ എഡ്ജ് ബോണ്ട് അല്ലെങ്കിൽ റാറ്റ് ട്രാപ്പ് ബോണ്ട് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. അപ്പം അതാണ് ഇവിടെ ആൻസർ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. ബ്രിക്ക് ഓൺ എഡ്ജ് ബോണ്ട് ഈസ് ഓൾസോ നോൺ ആസ് സിൽവർ കോക്ക് ബോണ്ട് അല്ലെ. ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഇതുകൊണ്ടാണ് ആൾട്ടർനേറ്റീവ് നെയിംസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നല്ലോണം പഠിച്ചു വെക്കുക എന്ന് പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 27. The portion of masonry works used to prevent the entry
of rainwater into the wall is called? Option A corbel, option B cornice, option C parapet, option D coping. ഏതാണ് വരുന്നത്? The portion of masonry work used to prevent the entry of rainwater to the wall is called? ഏതാണ്? ഓപ്ഷൻ ഡി കോപ്പിംഗ് ആണ് അല്ലെ വരിക. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 28 ആണ്. ആൻ എക്സാമ്പിൾ ഓഫ് റേക്കിംഗ് ബോണ്ട്. റേക്കിംഗ് ബോണ്ടിന് എക്സാമ്പിൾ ആണ് ഓപ്ഷൻ എ ഡയഗണൽ ബോണ്ട്, ഓപ്ഷൻ ബി ഇംഗ്ലീഷ് ബോണ്ട്, ഓപ്ഷൻ സി ഫ്ലെമിഷ് ബോണ്ട്, ഓപ്ഷൻ ഡി ഡച്ച് ബോണ്ട് അല്ലെ. അപ്പം ഇതിൽ റേക്കിംഗ് ബോണ്ടിന് എക്സാമ്പിൾ ഏതൊക്കെയാണ് വരുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെയാണ് റേക്കിംഗ് ബോണ്ടിന്റെ ക്ലാസിഫിക്കേഷൻ വരുന്നത്? റേക്കിംഗ് ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോണ്ട്സ് നമ്മൾ ഇൻക്ലൈൻഡ്ലി പ്ലേസ് ചെയ്യുന്നതിനെയാണ് അല്ലെ, അതിൽ വരുന്നതാണ്. ഓരോന്ന് ഞാൻ എഴുതാം. ഒന്ന് ഫസ്റ്റ് ഡയഗണൽ ബോണ്ട്, ഡയഗണൽ ബോണ്ട് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ സെക്കൻഡ് ഹെറിംഗ് ബോണ്ട് ഉണ്ട്. അതുപോലെ തന്നെ സിഗ്സാഗ് ബോണ്ടും വരുന്നുണ്ട്. ഇതൊക്കെ ഈ ഒരു ഏതിന്റെ റേക്കിംഗ് ബോണ്ടിന്റെ എക്സാമ്പിൾസ് ആണ്. ഡയഗണൽ ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 45 ഡിഗ്രി ഇൻക്ലിനേഷനിൽ അല്ലെങ്കിൽ 45 ഡിഗ്രി ആംഗിളിൽ പ്ലേസ് ചെയ്യും. അതുപോലെ തന്നെ ഹെറിംഗ് ബോണ്ട് ആണെങ്കിൽ ഫ്രം സെന്ററിന് നമ്മൾ 2 ഡയറക്ഷനിലേക്ക് ഇതേ രീതിയിൽ അല്ലെ, സെന്ററിന് 2 ഡയറക്ഷനിലേക്ക് 45 ഡിഗ്രി ആംഗിളിൽ പ്ലേസ് ചെയ്യുന്നതിനെയാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു സിക്സാക് ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലോറിങ്ങിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് സിക്സാക് മാനറിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ടൈപ്പ് ബോണ്ടാണ് സിക്സാക് ബോണ്ട് എന്നുള്ളത്. അപ്പൊ ഇവിടെ ആൻസർ നമുക്ക് കിട്ടിയല്ലോ. ഫസ്റ്റ് തന്നെ ഓപ്ഷൻ എ ഡയഗണൽ ബോണ്ട് ആണ് അല്ലെ എക്സാമ്പിൾ ഓഫ് റേക്കിംഗ് ബോണ്ടിന് ആൻസർ വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കാം. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 29 ആണ്. വിച്ച് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് എന്ന്. ഓപ്ഷൻ എ ഫ്രോഗ് ഈസ് ദ ഡിപ്രഷൻ ഓൺ ദ ടോപ്പ് ഫേസ് ഓഫ് ദ ബ്രിക്ക്. ഓപ്ഷൻ ബി ക്യൂ ആൻഡ് ക്ലോസർ ഈസ് ദ പോർഷൻ ഓഫ് ബ്രിക്ക് ഒബ്റ്റൈൻഡ് ബൈ ദ കട്ടിംഗ് ബ്രിക്ക് അക്രോസ് ദ ലെങ്ത്. ഓപ്ഷൻ സി ബാറ്റ് ഈസ് ഒബ്റ്റൈൻഡ് ബൈ കട്ടിംഗ് ദ ബ്രിക്സ് അലോങ് ദ ലെങ്ത്. ഓപ്ഷൻ ഡി പെർപെൻഡ് ഈസ് ദ ഹൊറിസോണ്ടൽ ജോയിന്റ് ഇൻ മേസൺറി അല്ലെ. അപ്പം ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഫസ്റ്റ് തന്നെ ക്യൂൻ ക്ലോസർ അല്ലെ. ക്യൂൻ ക്ലോസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓപ്ഷൻ ബി ക്യൂൻ ക്ലോസർ എങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്? ബ്രിക്ക് ഒബ്റ്റൈൻഡ് ബൈ കട്ടിംഗ് ബ്രിക്ക് അക്രോസ് ദ ലെങ്ത് അല്ലെ. അക്രോസ് ദ ലെങ്ത് ആണോ ക്യൂൻ ക്ലോസർ വരുന്നത്? എലോങ് ദ ലെങ്ത് ആണ് അല്ലെ. എലോങ് ദ ലെങ്ത് ആണെങ്കിലാണ് ക്യൂൻ ക്ലോസർ വരിക എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. പിന്നെ നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ളത് ബാറ്റ് അല്ലെ. ബാറ്റിന്റെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ബാറ്റ് ഈസ് ഒബ്റ്റൈൻഡ് ബൈ കട്ടിംഗ് ദ ബ്രിക്ക് അലോങ് ദ ലെങ്ത് അല്ലെ. ഇവിടെ എലോങ് അല്ല അക്രോസ് ദ ലെങ്ത് ആണല്ലേ നമുക്ക് ബാറ്റ് കിട്ടുന്നത്. അക്രോസ് ദ ലെങ്ത് അലോങ് ദ വിഡ്ത്ത് ആണ് വരിക എന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. പിന്നെ പെർപെൻസ് അല്ലെ. പെർപെൻസ് എന്താണ്? പെർപെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേർട്ടിക്കൽ ജോയിന്റ് ആണ് അല്ലെ, ഹൊറിസോണ്ടൽ അല്ല, വേർട്ടിക്കൽ ജോയിന്റിനെയാണ് നമ്മൾ പെർപെൻസ് എന്ന് പറയുന്നത്. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് അല്ലെ, ഫ്രോഗ് ആണ് അല്ലെ. ഫ്രോഗ് ഈസ് ദ ഡിപ്രഷൻ ഓൺ ദ ടോപ്പ് ഫേസസ് ഓഫ് ദ ബ്രിക്ക് ആണ് എന്നുള്ളത് അറിഞ്ഞു വെക്കാം. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 30. എ ബ്രിക്ക് മൗൾഡഡ് വിത്ത് റൗണ്ടഡ് ആംഗിൾ അറ്റ് വൺ എൻഡ് റൗണ്ടഡ് ആണെങ്കിൽ അത് നമ്മൾ എന്താണ് പറയാ? ഓപ്ഷൻ എ സ്കിൻഡ് ബ്രിക്ക്, ഓപ്ഷൻ ബി കൗനോസ്, ഓപ്ഷൻ സി ബുൾനോസ്, ഓപ്ഷൻ ഡി ബിവെൽഡ് ക്ലോസർ. ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ സി ബുൾനോസ് ആണ് അല്ലെ ആൻസർ വരുന്നത്. റൗണ്ടഡ് ആംഗിൾ അറ്റ് വൺ എൻഡ് ആണെങ്കിൽ ബുൾനോസ്, അതുപോലെ തന്നെ 2 എൻഡ് ആണെങ്കിൽ കൗനോസ് ആണ് അല്ലേ വരിക. ഓക്കെ, ഇനി നമ്മൾ ക്വസ്റ്റ്യൻ 31 ആണ്. നമ്മൾ ആർച്ചിന്റെ പോർഷനിലേക്ക് കടന്നിട്ടുണ്ട്. ആർച്ചിൽ എന്താണ് വരുന്നത്? ഇന്നർ കർവ് ഓഫ് ആൻ ആർക്ക്. ഇന്നർ കർവ് ഓഫ് ആൻ ആർക്ക് എന്താണ് വരിക? ഇന്നർ കർവ് ഓഫ് ആൻ ആർക്ക് ഓപ്ഷൻ എ ഇൻട്രഡോസ്, ഓപ്ഷൻ ബി സോഫിറ്റ്, ഓപ്ഷൻ സി എക്സ്ട്രഡോസ്, ഓപ്ഷൻ ഡി ക്രൗൺ. എന്താണ് വരിക? ഇവിടെ ഇപ്പൊ ഞാനൊരു ആർക്കിന്റെ പിക്ചർ കാണിച്ചിട്ടുണ്ട് അല്ലെ. ഏകദേശം ഈ ഒരു ഫോമിലാണല്ലേ നമുക്ക് ആർക്ക് ഉണ്ടാവുക. ഇവിടെ നമ്മളടുത്ത് ചോദിച്ചിട്ടുള്ളത് എന്താണ്? ഇന്നർ കർവ് ഓഫ് ആൻ ആർച്ച് അല്ലെ. ഇപ്പൊ നമ്മൾ ആർക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ഇന്നർ കർവും കാണാം, ഒരു ഔട്ടർ കർവും കാണാം അല്ലെ. അതിൽ ഇന്നർ കർവിനെ നമ്മൾ പറയുന്നതാണ് ഇൻട്രഡോസ് എന്നും ഔട്ടർ കർവിനെ നമ്മൾ പറയുന്നതാണ് എക്സ്ട്രഡോസ് എന്നും. ആർക്ക് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് എപ്പോഴും ഒരു പിക്ചർ വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റുന്നതായിരിക്കും.
അതുപോലെ തന്നെ ഇവിടെ ഇപ്പൊ നമുക്ക് കാണിച്ചിട്ടുള്ള കീ അല്ലേ, കീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ഈ ഒരു ആദ്യം നമുക്ക് വൗസിയർ നോക്കാം അല്ലെ. വൗസിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏത് ഷേപ്പാണ്, വൗസിയറിന്റെ ഷേപ്പാണ് അല്ലെ എപ്പോഴും ചോദിച്ചു കാണാറുള്ളത്. വെഡ്ജ് ഷേപ്ഡ് യൂണിറ്റ് അല്ലെ. ഈ ഒരു വെഡ്ജ് ഷേപ്ഡ് യൂണിറ്റിനെയാണ് നമ്മൾ വൗസിയർ എന്ന് പറയുന്നത്. ഈ ഒരു വെഡ്ജ് ഷേപ്ഡ് വൗസിയർ പ്ലേസ്ഡ് അറ്റ് ഹയർ പോയിന്റ് അറ്റ് ക്രൗൺ അല്ലെ. ഒരു ഹയസ്റ്റ് പോയിന്റിനാണ് നമ്മൾ ക്രൗൺ എന്ന് പറയുക. ഈ ഒരു ക്രൗണിൽ കൊടുക്കുന്ന വൗസിയറിന് അല്ലെ, അതിനെ നമ്മൾ കീ സ്റ്റോൺ എന്നാണ് പറയുക. പിന്നെ അതുപോലെ തന്നെ വേറൊരു ടേമാണ് ഹോഞ്ച് അല്ലെ. ഹോഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ദ ലോവസ്റ്റ് ഹാഫ് പോർഷൻ ഓഫ് ആർച്ച് ബിറ്റ്വീൻ ക്രൗൺ ആൻഡ് സ്ക്യൂ ബാക്ക് അല്ലെ. ലോവസ്റ്റ് ഈ ഒരു പോർഷൻ നിങ്ങൾക്ക് പിക്ചറിൽ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. അതിനെയാണ് നമ്മൾ ഹോഞ്ച് എന്ന് പറഞ്ഞിട്ട് പറയുന്നത്. പിന്നെ ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്താണ്, സ്പ്രിങ്ങർ അല്ലെ. സ്പ്രിങ്ങർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇമ്പോസ്റ്റ് പറഞ്ഞിട്ടുണ്ട് അല്ലെ. സ്പ്രിങ്ങർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ഈ വൗസിയർ നമ്മൾ പറഞ്ഞില്ലേ, അതുപോലെ നമ്മൾ ഈ ഒരു ആർക്കിൽ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്ന വൗസിയറിനെയാണ് നമ്മൾ സ്പ്രിങ്ങർ എന്ന് പറയുന്നത്. പിന്നെ ഇമ്പോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, ഇമ്പോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രൊജക്റ്റിംഗ് ഇൻ കോഴ്സ് അല്ലെ. ഇമ്പോസ്റ്റും ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. പ്രൊജക്റ്റിംഗ് കോഴ്സ് ഓൺ ദ അപ്പർ പാർട്ട് ഓഫ് ദ അബട്ട്മെന്റ് അല്ലെ. ഇതാണ് അബട്ട്മെന്റ്. അബട്ട്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ എൻഡ് സപ്പോർട്ടാണ് അല്ലെ. എൻഡ് സപ്പോർട്ടാണ് നമ്മൾ അബട്ട്മെന്റ് എന്ന് പറയുന്നത്. അബട്ട്മെന്റ്, ഈ ഒരു അബട്ട്മെന്റിന്റെ അവിടത്തേക്ക് നമ്മൾ പ്രൊജക്ട് ചെയ്ത് കൊടുക്കുന്നത് അല്ലെ. പ്രൊജക്റ്റിംഗ് കോഴ്സ് ഓൺ ദ അപ്പർ പാർട്ട് ഓഫ് ദ പിയർ ഓർ അബട്ട്മെന്റിനെയാണ് നമ്മൾ, പിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർമീഡിയറ്റ് സപ്പോർട്ട് ആണെന്ന് അറിയാം. അപ്പം ആ ഒരു പിയർ ഓർ അബട്ട്മെന്റിന്റെ മുകളിലേക്ക് കൊടുക്കുന്ന പ്രൊജക്റ്റിംഗ് കോഴ്സിനെയാണ് നമ്മൾ ഇമ്പോസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ റൈസ് അല്ലെ. റൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, വേർട്ടിക്കൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സ്പ്രിംഗിങ് ലൈൻ ആൻഡ് ഹയസ്റ്റ് പോയിന്റ് ഓഫ് ദ ഇൻട്രഡോസ് അല്ലെ. ഇതാണ് ഈ ഒരു കാണിച്ചിട്ടുള്ള, ഇങ്ങനെ തന്നെയാണ് സ്പ്രിംഗിങ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ലൈൻ ഉണ്ടാവും അല്ലെ. സ്പ്രിംഗിങ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇമാജിനറി ലൈൻ ജോയിനിങ് ദ ടു സ്പ്രിംഗിങ് പോയിന്റ്സ് അല്ലെ. സ്പ്രിംഗിങ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു പോയിന്റ് അല്ലെ. സ്പ്രിംഗിങ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിന്റ് ഫ്രം വിച്ച് ദ ആർച്ച് സ്റ്റാർട്ട് അല്ലെങ്കിൽ എൻഡ്സ് എന്നുള്ളതിനെയാണ് നമ്മൾ സ്പ്രിംഗിങ് പോയിന്റ് എന്ന് പറയുന്നത്. ആ ഒരു സ്പ്രിംഗിങ് പോയിന്റിനെ തമ്മിൽ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ആ ഒരു ലൈനിനെയാണ് നമ്മൾ സ്പ്രിംഗിങ് ലൈൻ എന്ന് പറയുന്നത്. ഈ ഒരു സ്പ്രിംഗിങ് ലൈന് മുതൽ ഇൻട്രഡോസ് വരെയുള്ള അല്ലെ, ഹയസ്റ്റ് പോയിന്റ് ഓഫ് ദ ഇൻട്രഡോസ് വരെയുള്ള ആ ഒരു ഡിസ്റ്റൻസിനെ നമ്മൾ റൈസ് എന്ന് പറയും. അത്രയും കാര്യങ്ങളാണ് നമുക്ക് ആർച്ചിന്റെ മെയിൻ ആയിട്ടുള്ള ടെക്നിക്കൽ ടേംസിലെ വേറൊരു പിക്ചറും കൂടെ കാണിച്ചിട്ടുണ്ട് ഞാൻ. ഇങ്ങനെ പല ടൈപ്പിലുള്ള ആർച്ചസിന്റെ ഷേപ്പ് നമുക്ക് പഠിക്കാനുണ്ട്. അതിലൊക്കെ ഓരോന്നും നമുക്ക് അതിന്റെ സെന്ററിനെ ബേസ് ചെയ്തിട്ടൊക്കെ നമുക്ക് കുറെ കാര്യങ്ങൾ നോക്കാനുണ്ട് അല്ലെ. അപ്പം ആർച്ചിന്റെ ജസ്റ്റ് 2-3 പിക്ചേഴ്സ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളതാണ്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരാം. ക്വസ്റ്റ്യനിൽ എന്താണ്, ഇന്നർ കർവ് ഓഫ് ആൻ ആർച്ച്. ഇന്നർ കർവ് ഓഫ് ആൻ ആർച്ച് എന്താണ്? ഓപ്ഷൻ എ ഇൻട്രഡോസ്, ഓപ്ഷൻ ബി സോഫിറ്റ്, ഓപ്ഷൻ സി എക്സ്ട്രഡോസ്, ഓപ്ഷൻ ഡി ക്രൗൺ അല്ലെ. ഇന്നർ സർഫസ് ഓഫ് ആൻ ആർച്ച് അല്ലെങ്കിൽ ഇന്നർ കർവ് ഓഫ് ആൻ, ഇന്നർ കർവ് കേട്ടോ, സോറി സർഫസ് അല്ല, ഇന്നർ സർഫസും അതുപോലെ തന്നെ ഇന്നർ കർവും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇന്നർ സർഫസ് ആണെങ്കിൽ അല്ലെങ്കിൽ അണ്ടർ സർഫസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഫിറ്റ് ആണ് വരിക. ഇന്നർ കർവ് ഓഫ് ആൻ ആർച്ചിനെ പറഞ്ഞു കഴിഞ്ഞാലാണ് ഇൻട്രഡോസ് വരിക. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, ഇൻട്രഡോസ് ആണ് ആൻസർ വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 32 ആണ്. വെഡ്ജ് ഷേപ്ഡ് യൂണിറ്റ് ഫോമിംഗ് ദ കോഴ്സ് ഓഫ് ആൻ ആർച്ചീസ്. ഏതാണ് നമ്മൾ പറഞ്ഞു അല്ലെ, ഏതാണ് വെഡ്ജ് ഷേപ്ഡ് യൂണിറ്റിലെ ഓപ്ഷൻ എ വരുന്ന ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻ എ കീ, ഓപ്ഷൻ ബി വൗസിയർ, ഓപ്ഷൻ സി ക്രൗൺ, ഓപ്ഷൻ ഡി പിയർ. ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ബി വൗസിയർ ആണ് അല്ലെ ആൻസർ വരുന്നത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 33 നോക്കാം. ദ സർക്കുലർ കോഴ്സ് ഫോമിംഗ് ആൻ ആർച്ചീസ്. ഏതാണ് സർക്കുലർ കോഴ്സ്? നമ്മളിപ്പോ പറയാത്തൊരു ടേമാണ് അല്ലെ. സർക്കുലർ കോഴ്സ് ഫോമിംഗ് ആൻ ആർച്ചീസ്. ഓപ്ഷൻ എ തിക്നെസ്, ഓപ്ഷൻ ബി ഡെപ്ത്, ഓപ്ഷൻ സി റിംഗ്, ഓപ്ഷൻ ഡി സോഫിറ്റ് അല്ലെ. ഏതാണ് ആ ഒരു സർക്കുലർ കോഴ്സ്? നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വേർഡ് തന്നെയാണ്, റിംഗ് ആണ് അല്ലെ ആൻസർ വരുന്നത്. അങ്ങനെ തന്നെ ഓർത്ത് വെക്കുക. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 34 ആണ്. ദ ഡെപ്ത് ഓഫ് ആൻ ആർച്ച് അറ്റ് ദ ക്രൗൺ ഈസ് മോർ ദാൻ ദാറ്റ് ദ സ്പ്രിംഗിങ് ലൈൻ ആൻഡ് ദ ഷേപ്പ് ഓഫ് ദ ഇൻട്രഡോസ് ഈസ് സെമി സർക്കിൾ ദെൻ ഇറ്റ് ഈസ് കോൾഡ്. എന്താണ് പറയുക എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക്
നമ്മൾ പറഞ്ഞല്ലോ ഓരോ ടൈപ്പിലുള്ള ഓരോ ഷേപ്പിലുള്ള ആർച്ചസ് നമ്മൾ പഠിക്കുന്നുണ്ട് എന്നുള്ളത്. അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും കൂടെയാണ് നമുക്കിത് വന്നിട്ടുള്ളത്. ഓപ്ഷൻസ് ഞാൻ വായിക്കാം. ഓപ്ഷൻ എ ഫ്ലോറന്റൈൻ ആർച്ച്, ഓപ്ഷൻ ബി വെനീഷ്യൻ ആർച്ച്, ഓപ്ഷൻ സി ഹോഴ്സ്ഷൂ ആർച്ച്, ഓപ്ഷൻ ഡി സ്റ്റിൽറ്റഡ് ആർച്ച്. അല്ലെ, ഇവിടെ ഏതാണ് ആൻസർ വരുന്നത്? ഇവിടെ പറഞ്ഞിട്ടുള്ളത് ദ ഡെപ്ത് ഓഫ് ആൻ ആർച്ച്. അല്ലെ, depth of an arch at crown is more than the springing line. springing line എന്താണെന്നൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ and the shape of the introduce is semicircle. ഇൻട്രഡോസിന്റെ ഷേപ്പ് സെമി സർക്കിൾ ആണെങ്കിൽ നമ്മൾ അതിനെ എന്താണ് പറയാന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഈ ഒരു ആർക്കിന്റെ ഷേപ്പ് വരുന്നത് ഇതേ രീതിയിലായിരിക്കും. ഇവിടെ ഇൻട്രഡോസ് വരുന്നത് സെമി സർക്കിൾ ആയിരിക്കും. അതുപോലെ തന്നെ ഡെപ്ത് ഓഫ് ആൻ ആർച്ച് അറ്റ് ക്രൗണിലെ, ക്രൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈയസ്റ്റ് പോയിന്റ് ആണ്. അപ്പൊ നമുക്ക് ഇവിടെ ഹൈ ആയിട്ട് വരുന്നതിന്, ഈ ഒരു ഷേപ്പിൽ വരുന്നതിനെയാണ് നമ്മൾ എന്താണ് പറയുക? ഫ്ലോറന്റൈൻ ആർച്ച് ആണ് അല്ലേ വരുന്നത്. ഫ്ലോറന്റൈൻ ആർച്ച് ആണ് വരുന്നത്. പിന്നെ ഇവിടെ കാണിച്ചിട്ടുള്ളതിൽ ഹോഴ്സ്ഷൂ ആർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഷേപ്പിലായിരിക്കും ഉണ്ടാവുക. പിന്നെ അതുപോലെ തന്നെ വെനീഷ്യൻ ആർച്ച്. അല്ലെ, വെനീഷ്യൻ ആർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഷേപ്പിലായിരിക്കും, ഇങ്ങനത്തെ ഷേപ്പിൽ വരുന്നതിനെയാണ് നമ്മൾ വെനീഷ്യൻ ആർച്ച് എന്ന് പറയുന്നത്. ഒരു 4 സെന്റേർഡ് ആർച്ചാണ് വെനീഷ്യൻ ആർച്ച് എന്ന് പറയുന്നത്. ഇവിടെ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം ഇതുപോലെ തന്നെ ഡെപ്ത് ഈസ് മോർ അറ്റ് ക്രൗൺ ദാൻ അറ്റ് സ്ക്യൂ ബാക്ക് ആണ്. അല്ലേ, അപ്പം അത് വെനീഷ്യൻ ആർച്ചിനെ റിലേറ്റ് ചെയ്ത് ഓർത്ത് വെക്കണം. പിന്നെ സ്റ്റിൽറ്റഡ് ആർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, സ്റ്റിൽറ്റഡ് ആർച്ച് ഇതേ ഒരു ഷേപ്പ് തന്നെയായിരിക്കും ഉണ്ടാവുക, പക്ഷെ അതിന് 2 വെർട്ടിക്കൽ പോസ്റ്റ് കൊടുത്തിട്ടുണ്ടാവും. അല്ലെ, 2 വെർട്ടിക്കൽ പോസ്റ്റ് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ടാവും ഓർത്ത് വെക്കുക. സ്റ്റിൽറ്റഡ് ആർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1 സെന്റേർഡ് ആർച്ചാണ്. വെനീഷ്യൻ ആർച്ച് 4 സെന്റേർഡ് ആർച്ചാണ്. ഫ്ലോറന്റൈൻ ആർച്ച് 3 സെന്റേർഡ് ആർച്ചാണ്. അതുപോലെ ഹോഴ്സ്ഷൂ ആർച്ച് ആണെങ്കിൽ 1 സെന്റേർഡ് ആർച്ചാണ്. അപ്പം അത് മനസ്സിലാക്കി വെക്കുക. ഇവിടെ ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ എ ആണ് എന്നുള്ളത്. ഓക്കെ, ഇവിടെ എന്താണ് ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കാം. ദ ഡെപ്ത് ഓഫ് ആൻ ആർച്ച് അറ്റ് ദ crown is more than that the springing line and the shape of the introduce is semicircle ആണെങ്കിൽ ഫ്ലോറന്റൈൻ ആർച്ച് ആണ് വരിക. ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 35 നോക്കാം. ദ പ്രൊജക്റ്റിംഗ് goes at the upper part of a pier or an abutment to stress the springing line is called എന്താണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് അല്ലേ. ഓപ്ഷൻ എ ഹോഞ്ച്, ഓപ്ഷൻ ബി സ്ക്യൂ ബാക്ക്, ഓപ്ഷൻ സി ഇംപോസ്റ്റ്, ഓപ്ഷൻ ഡി സ്പാൻഡ്രിൽ. ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ സി ഇംപോസ്റ്റ് ആണ് അല്ലേ. ഈ ഒരു പ്രൊജക്റ്റിംഗ് കോഴ്സ് എന്ന് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇംപോസ്റ്റ് എന്നുള്ളൊരു ആൻസർ കിട്ടുന്നതാണ്. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻസ് ആർച്ചിൽ നമുക്ക് അധികം ഇങ്ങനത്തെ കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് നോക്കാനുള്ളത്. പക്ഷെ നിങ്ങൾ ഇതിൽ നോക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു നമുക്ക് ചിലപ്പം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കുമ്പോൾ കറക്റ്റ് ആ ഒരു എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി പഠിക്കുക. നമുക്ക് ഈ ഒരു കാര്യത്തിന് തന്നെ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാലും ചിലപ്പോൾ ഇതിൽ നിന്നുള്ള 2-3 ക്വസ്റ്റ്യൻ ചിലപ്പം ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാലും ആൻസർ ചെയ്യാൻ പറ്റണം അല്ലേ. അതുപോലെ ഓരോ ക്വസ്റ്റ്യൻസും മനസ്സിലാക്കി പഠിക്കാം. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചിട്ടുള്ളത്? വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ നോട്ട് കറക്റ്റ്? ഓപ്ഷൻ എ ഹോഴ്സ്ഷൂ ആർച്ച് ഈസ് 1 സെന്റേർഡ് ആർച്ച്, ഓപ്ഷൻ ബി പോയിന്റഡ് ആർച്ച് ഈസ് 2 സെന്റേർഡ് ആർച്ച്, ഓപ്ഷൻ സി the natural bending plane should be parallel to the radiating center line of the Gaussian. Option D in semicircular arch the thrust transferred to the abutment is perfectly inclined direction. അല്ലേ, ഏതാണ് ആൻസർ വരുന്നത്? വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ നോട്ട് കറക്റ്റ് എന്നാണ് അല്ലേ. നോട്ട് കറക്റ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ഓപ്ഷൻ പറഞ്ഞിട്ടുള്ളത് ഓപ്ഷൻ എ അല്ലെ. ഓപ്ഷൻ എ പറഞ്ഞിട്ടുള്ളത് ഹോഴ്സ്ഷൂ ആർച്ച് ഈസ് 1 സെന്റേർഡ് ആർച്ച്. ഹോഴ്സ്ഷൂ ആർച്ച് എന്ന് പറയുന്നത് എത്ര സെന്റേർഡ് ആർച്ച് ആണ് വരുന്നത്? 1 സെന്റേർഡ് ആർച്ച് അല്ലേ. അപ്പൊ ഇത് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. അതുപോലെ തന്നെ പോയിന്റഡ് ആർച്ച് ഈസ് 2 സെന്റേർഡ് ആർച്ച്. പോയിന്റഡ് ആർച്ച് എന്ന് പറയുന്നത് എത്ര സെന്റർ ആണ് വരുന്നത്? 2 സെന്റർ ആണല്ലേ വരുന്നത്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. അതുപോലെ തന്നെ ദ നാച്ചുറൽ ബെഡിങ് പ്ലെയിൻ ഷുഡ് ബി പാരലൽ ടു ദ റേഡിയേറ്റിംഗ് സെന്റർ ലൈൻ ഓഫ് ദ Gaussian. അപ്പം ഈ ഒരു സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ് വരുന്നത്. പിന്നെ 4
ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് വരുന്നത് ഇൻ സെമി സർക്കുലർ ആർച്ച് ദ ത്രസ്റ്റ് ട്രാൻസ്ഫേർഡ് ടു ദ അബട്ട്മെന്റ് ഈസ് പെർഫെക്റ്റ്ലി ഇൻക്ലൈൻഡ് ഇൻ ഡയറക്ഷൻ അല്ലേ. ഇത് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ. അപ്പം ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 37 ആണ്. നെക്സ്റ്റ് നമ്മൾ ലിൻഡലിന്റെ ഏരിയയിലേക്ക് കടന്നിട്ടുണ്ട്. ലിൻഡലിന്റെ ഏരിയയിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ദ ഓൾഡസ്റ്റ് ടൈപ്പ് ഓഫ് ലിൻഡൽ ഈസ്. ഓൾഡസ്റ്റ് ടൈപ്പ് ഓഫ് ദ ലിൻഡൽ ഈസ് ഏതാണ്? ലിൻഡൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, ഇതിനെയാണല്ലേ നമ്മൾ ലിൻഡൽ എന്ന് പറയുന്നത്. വേറൊരു പിക്ചർ കാണിക്കുകയാണെങ്കിൽ വേറൊരു പിക്ചർ വരുന്നത് ഇതും ലിൻഡിലാണ് അല്ലേ. ഇതാണല്ലേ ലിൻഡിൽ. നമ്മളിപ്പോ കൺസ്ട്രക്ഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ലിൻഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഹൊറിസോണ്ടൽ സ്ട്രക്ചർ മെമ്പർ എബോവ് ദ ഓപ്പണിംഗ് ആണ് അല്ലേ. ഈ ഒരു ഹൊറിസോണ്ടൽ സ്ട്രക്ചറൽ മെമ്പർ എബോവ് ദ ഓപ്പണിംഗ് അല്ലേ. നമ്മളിപ്പം ഡോർസ് കൊടുക്കുന്നതിന്റെ മുകളിൽ, വിൻഡോസ് കൊടുക്കുന്നതിന്റെ വിൻഡോസ് കൊടുക്കുന്നതിന്റെ മുകളിലൊക്കെ നിങ്ങൾക്ക് അറിയാനുണ്ടാവും. അപ്പം ഇതിനെയാണ് നമ്മൾ ലിൻഡൽ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളുടെ അടുത്ത് ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഓൾഡസ്റ്റ് ടൈപ്പ് ഓഫ് ലിൻഡൽ ആണ് അല്ലെ. ലിൻഡൽ ഏതൊക്കെ ലിൻഡലാണ് വരുന്നത് നിങ്ങൾക്ക് അറിയോ? ലിൻഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിൻഡൽ വരുന്നത് ടിംബറിന്റെ ലിൻഡൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഏതാണ്? സ്റ്റോണിന്റെ ലിൻഡൽ വരുന്നുണ്ട്. വേറെ ഏതാണ് ലിൻഡൽ വരുന്നത്? ബ്രിക്ക് ലിൻഡൽ വരുന്നുണ്ട് അല്ലെ. ബ്രിക്ക് ലിൻഡൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റീലിന്റെ ലിൻഡൽ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ വേറെ ഏതാണ്? RCCന്റെ ലിൻഡലൊക്കെ വരുന്നുണ്ട് അല്ലെ. നമ്മളിപ്പം അധികം യൂസ് ചെയ്യുന്ന ടൈപ്പ് ലിൻഡൽ ഏതാണ്? RCC ടൈപ്പ് ലിൻഡലാണല്ലേ കോമൺലി യൂസ് ചെയ്യുന്നത്, നിങ്ങൾക്ക് അറിയണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഇതിൽ ഓൾഡ് ടൈപ്പ് ലിൻഡൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടിംബർ ആണ് കേട്ടോ വരിക. ഓൾഡ് ടൈപ്പ് ലിൻഡൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടിംബർ ആണ് വരിക. നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളതിൽ ഓൾഡസ്റ്റ് ടൈപ്പ് ഓഫ് ലിൻഡൽ ഈസ് ഓപ്ഷൻ എ വുഡ് ലിൻഡൽ, ഓപ്ഷൻ ബി ബ്രിക്ക് ലിൻഡൽ, ഓപ്ഷൻ സി സ്റ്റോൺ ലിൻഡൽ, ഓപ്ഷൻ ഡി സ്റ്റീൽ ലിൻഡൽ. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. വുഡ് ലിൻഡൽ ആണ് ആൻസർ വരിക. ക്വസ്റ്റ്യൻ നമ്പർ 38 ബ്രിക്ക് ലിൻഡൽസ് ആർ സ്യൂട്ടബിൾ അപ് ടു സ്പാൻ ഓഫ്. എത്ര സ്പാൻ വരെയാണ് ബ്രിക്ക് ലിൻഡൽസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുക? ബ്രിക്ക് ലിൻഡൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന സ്പാൻ ആണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ 75 സെന്റിമീറ്റർ, ഓപ്ഷൻ ബി 100 സെന്റിമീറ്റർ, ഓപ്ഷൻ സി 90 സെന്റിമീറ്റർ, ഓപ്ഷൻ ഡി 120 സെന്റിമീറ്റർ അല്ലെ. ഏതാണ് വരുന്നത്? ബ്രിക്ക് ലിൻഡൽസ് ആർ സ്യൂട്ടബിൾ അപ് ടു എ സ്പാൻ ഓഫ് 100 സെന്റിമീറ്റർ ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. 100 സെന്റിമീറ്റർ വരെ അല്ലെങ്കിൽ 1 മീറ്റർ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും അല്ലെ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. ക്വസ്റ്റ്യൻ നമ്പർ 39 ആണ്. ദ ഫുൾ ഫോം ഓഫ് RSI. RSIന്റെ ഫുൾ ഫോം ആണ്. ഓപ്ഷൻ എ റോൾഡ് സ്ട്രക്ചറൽ ജംഗ്ഷൻ, ഓപ്ഷൻ ബി റോൾഡ് സ്റ്റീൽ ജോയിസ്റ്റ്, ഓപ്ഷൻ സി റോൾഡ് സ്റ്റീൽ ജോയിൻസ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് അല്ലെ. ഏതാണ് വരുന്നത്? നിങ്ങൾക്ക് അറിയാം അല്ലെ, നമ്മൾ സ്റ്റീൽ ലിൻഡൽ പഠിച്ച സമയത്ത് സ്റ്റീൽ ലിൻഡലിനെ നമ്മൾ 2 ടൈപ്പ് വീണ്ടും പഠിച്ചിട്ടുണ്ട് അല്ലെ. സ്റ്റീൽ ആംഗിൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വേറൊന്ന് പഠിച്ചിട്ടുള്ളത് എന്താണ്? റോൾഡ് സ്റ്റീൽ ജോയിസ്റ്റും പറഞ്ഞിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. ഇതിലേതാണ് നമ്മൾ കുറഞ്ഞ സ്പാൻ ഉള്ളതിൽ കൊടുക്കുക? കുറഞ്ഞ സ്പാൻ ഉള്ളതിൽ കൊടുക്കുന്നത് ഈ ഒരു സ്റ്റീൽ ആംഗിൾ ആണ്. അതുപോലെ തന്നെ എവിടെയാണ് നമ്മൾ കൂടുതൽ ലോഡ് വരുന്നതിൽ കൊടുക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റോൾഡ് സ്റ്റീൽ ജോയിസ്റ്റ് ആണ് എന്നുള്ളത് നോക്കി വെക്കുക. സ്പാൻ സ്മോൾ ആണ് ഈ ഒരു സ്റ്റീൽ ആംഗിളിൽ. അതുപോലെ തന്നെ ലോഡ് സ്മോൾ ആണ് അല്ലെ. 2 സ്മോൾ തന്നെയാണ് വരിക. റോൾഡ് സ്റ്റീൽ ജോയിസ്റ്റ് ആണെങ്കിൽ സ്പാൻ ലാർജ് ആണ്. അതുപോലെ തന്നെ ലോഡും കൂടുതലാണ് അല്ലെ, ഹെവി ആണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. അപ്പൊ നമുക്ക് ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് ഇതിന്റെ ഫുൾ ഫോം ആണ് അല്ലെ. അത് ഫുൾ ഫോം ഓഫ് RSI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോൾഡ് സ്റ്റീൽ ജോയിസ്റ്റ് ആണ്. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 40 ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ദ ഡിസ്റ്റൻസ് അപ് ടു വിച്ച് ദ ലിൻഡൽ ഈസ് ഇൻസേർട്ടഡ് ഇൻ ദ സപ്പോർട്ടിംഗ് വാൾ അല്ലെ. അപ്പം അതിനെന്താണ് പറയാ? ബിയറിംഗ് അല്ലെ. നമ്മൾ ലിൻഡൽ കൊടുക്കുന്ന ആ ഒരു ബിയറിംഗ്. നമ്മളിപ്പം ലിൻഡൽ എടുത്ത സമയത്ത് നിങ്ങൾക്ക് കാണാം അല്ലെ, ലിൻഡൽ ഇങ്ങോട്ടേക്ക് 2 സൈഡിലേക്ക് നമ്മൾ പ്രൊജക്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പം ഈ ഒരു ബിയറിംഗ് ഓഫ് ലിൻഡൽ എത്രയാണ് മിനിമം എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ കാണാറുണ്ട്. അതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ദ ഡിസ്റ്റൻസ് അപ് ടു വിച്ച് ദ ലിൻഡൽ ഈസ് ഇൻസേർട്ടഡ് ഇൻ ദ സപ്പോർട്ടിംഗ് വാൾ ഈസ് ഓപ്ഷൻ എ 100 mm, ഓപ്ഷൻ ബി ഹൈറ്റ് ഓഫ് ലിൻഡൽ,
ഓപ്ഷൻ സി 1/10 to 1/12 ഓഫ് ദ സ്പാൻ ഓഫ് ലിൻഡൽ. ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബോ അല്ലെ. ഏതാണ് കറക്റ്റ് വരുന്നത്? ബിയറിംഗ് ഓഫ് ദ ലിൻഡൽ ഈസ് മിനിമം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പം 100 mm വരും. അപ്പം ഓപ്ഷൻ എ കറക്റ്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഹൈറ്റ് ഓഫ് ദ ലിൻഡൽ ആയിട്ട് വരും. ഓപ്ഷൻ ബി കറക്റ്റ് ആണ്. പിന്നെ വരുന്നത് 1/10 to 1/12 ടൈംസ് സ്പാൻ ഓഫ് ദ ലിൻഡൽ അല്ലെ. അപ്പം ഓപ്ഷൻ സിയും കറക്റ്റ് ആണ് അല്ലെ. അപ്പൊ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ഓൾ ഓഫ് ദ എബോ ആണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ മിനിമം ബിയറിംഗ് ഓഫ് ദ ലിൻഡൽ ചോദിച്ചു കഴിഞ്ഞാൽ 100 mm അല്ലെങ്കിൽ 10 cm എന്നൊക്കെ പറഞ്ഞിട്ട് ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ മിനിമം ബിയറിംഗ് ഓഫ് വുഡൻ ലിൻഡൽ, ടിമ്പർ ലിൻഡലൊക്കെ ആണെങ്കിൽ 150 mm ഓർ 15 cm എന്നുള്ളത് ഓർത്ത് വെക്കുക. അപ്പം എന്താണ് ബിയറിംഗ് അല്ലെങ്കിൽ നമ്മൾ ആ ഒരു പ്രൊജക്ഷൻ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇവിടെ ഇതുപോലെ പിക്ചർ വെച്ച് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഓക്കെ, അപ്പൊ ഇത്ര ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്നത്തെ സെക്ഷനിൽ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പം എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ തിയറി പോർഷൻസ് വെച്ചിട്ട് ഒരുപാട് ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് ഇനി ഏരിയാസ് കവർ ചെയ്തു പോവാ അല്ലെ. എപ്പോഴും പറയാറുള്ള പോലെ നമ്മൾ തിയറി മാത്രം പഠിച്ചിട്ട് കാര്യമില്ല, ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക. ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുന്നതിലൂടെ നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ കറക്റ്റ് സെറ്റാക്കി വെക്കുക. അത് ഏത് രീതിയിൽ ചോദിച്ചാലും ആൻസർ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് നിങ്ങളിലേക്ക് എത്തിക്കുക. അപ്പോൾ ആണല്ലേ നമുക്ക് കൂടുതൽ മാർക്ക് വാങ്ങാൻ പറ്റുക. ഓക്കെ, അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. കറക്റ്റ് ഓരോ എക്സാം ഒരുപാട് എക്സാംസ് വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഹാർബർ മാത്രമല്ല ഇനിയും എക്സാംസ് ഓരോന്ന് വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ അതിന് പ്രിപ്പയർ ചെയ്തിട്ട് തന്നെ പഠിക്കുക. കറക്റ്റ് നിങ്ങൾക്ക് അറിയാം അല്ലെ, നമുക്കിപ്പോൾ ഓരോ സിലബസ് തരുന്നുണ്ടെങ്കിലും സിലബസിൽ ചില ഏരിയാസ് ഒഴിവാക്കും, ചില ഏരിയാസ് ആഡ് ചെയ്യുന്നുള്ളതാണ്. പക്ഷെ അതിൽ കോമൺ ആയിട്ട് വരുന്ന ഇതുപോലത്തെ നമുക്ക് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ, ബിൽഡിംഗ് മെറ്റീരിയൽ, സർവേ എന്നൊക്കെ പറയുന്ന കോമൺ ആയിട്ടുള്ള കുറെ സബ്ജക്ട്സ് ഉണ്ട് അല്ലെ. അത് നിങ്ങൾ എത്ര ക്വസ്റ്റ്യൻസ് പഠിച്ചാലും ഓരോ എക്സാമിന് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പഠിച്ചാലും നമുക്കത് യൂസ്ഫുൾ ആണ് അല്ലെ. അപ്പൊ നമ്മൾ പഠിക്കുന്ന സമയത്ത് കറക്റ്റ് മനസ്സിലാക്കി തന്നെ പഠിച്ചു പോവുക. പിന്നെ നമുക്ക് ഒരു സിലബസിൽ നിന്ന് അടുത്ത സിലബസിലേക്ക് മാറുമ്പോൾ നമ്മൾ പഠിക്കാത്ത കുറച്ച് കാര്യങ്ങൾ ആഡ് ഓൺ ചെയ്യാനോ അല്ലെങ്കിൽ അതിൽ നിന്ന് ഒഴിവാക്കാനോ മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലെ. ഓക്കെ, അപ്പം എല്ലാവർക്കും നന്നായിട്ട് പഠിക്കാൻ പറ്റട്ടെ. കഴിഞ്ഞ എക്സാംസിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട, നിങ്ങൾ നന്നായിട്ട് എഫേർട്ട് ഇടുക. അപ്പൊ നിങ്ങൾ എഫേർട്ട് ഇടുന്നതിന് എന്തായാലും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.